നമസ്കാരം. 5 വർഷം മുമ്പ് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തിയ ഒരു ദിവസമുണ്ടായിരുന്നു. 2018 ഫെബ്രുവരി 22. ഒരു നേരത്തെ ആഹാരത്തിനായി മധുവിന് ജീവൻ കൊണ്ട് വില നൽകേണ്ടി വന്ന ദിവസം. 5 വർഷങ്ങൾക്കിപ്പുറം കേസിൽ നിർണായക വിധിയുണ്ടായി. സംഭവം നടന്ന് 5 വർഷത്തിന് ശേഷമാണ് 16 പ്രതികളിൽ 14 പേരും കുറ്റക്കാരെന്ന് കണ്ടെത്തിയുള്ള കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. ആരും സദാചാര പോലീസ് കളിക്കരുതെന്ന കോടതി പരാമർശം ശ്രദ്ധേയമാണ്. മധുവിന് നീതി കിട്ടിയെന്ന് സമൂഹം ആശ്വസിക്കുമ്പോഴും 2 പേരെ വെറുതെ വിട്ട നടപടിയിൽ മധുവിന്റെ കുടുംബം തൃപ്തരല്ല. 2 കൈകളും ബന്ധിക്കപ്പെട്ട് ദൈന്യതയോടെ ചുറ്റും നോക്കുന്ന മധുവിന്റെ മുഖം കേരള മനസാക്ഷിയെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? സാംസ്കാരിക പ്രബുദ്ധതയ്ക്ക് പേരുകെട്ട കേരളത്തിനേറ്റ നാണക്കേട് മറികടക്കാൻ വിധിക്ക് കഴിയുമോ? മധുവിന്റെ കുടുംബം പറയുന്നത് പോലെ നീതി പൂർണ്ണമോ? ചീഫ് എഡിറ്റേഴ്സ് കോളം വിലയിരുത്തുന്നു, മധുവിന് നീതിയോ? ഈ വിഷയത്തിൽ ആദ്യം റിപ്പോർട്ട് കാണാം. 1-ാം പ്രതി ഹുസൈൻ, 2-ാം പ്രതി മരക്കാർ, 3-ാം പ്രതി ഷംസുദ്ദീൻ, 5-ാം പ്രതി രാധാകൃഷ്ണൻ, 6-ാം പ്രതി അബൂബക്കർ, 7-ാം പ്രതി സിദ്ദിഖ്, 8-ാം പ്രതി ഉബൈദ്, 9-ാം പ്രതി നജീബ്, 10-ാം പ്രതി ജൈജുമോൻ, 12-ാം പ്രതി സജീവ്, 13-ാം പ്രതി സതീഷ്, 14-ാം പ്രതി ഹരീഷ്, 15-ാം പ്രതി ബിജു, 16-ാം പ്രതി മുനീർ എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 14 പ്രതികൾക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത കൊലപാതകമെന്നാണ് കുറ്റം. ഇതിൽ 4-ാം പ്രതി അനീഷിനെയും 11-ാം പ്രതി അബ്ദുൽ കരീമിനെയുമാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. മധുവിനെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് മുക്കാലിയിലെത്തിച്ച ഹുസൈൻ മധുവിന്റെ നെഞ്ചിലേക്ക് ചവിട്ടി. ഇതോടെ മധു പിറകിലുള്ള ഭണ്ഡാരത്തിലേക്ക് തലയിടിച്ച് വീഴുകയായിരുന്നു. ഹുസൈന്റെ കടയിൽ നിന്ന് മധു സാധനങ്ങൾ എടുത്തുവെന്നാരോപിച്ചായിരുന്നു മധുവിനെ പിടിച്ചുകൊണ്ടുപോയതും കൊലപ്പെടുത്തിയതും. മധു അഞ്ചുമുടി കാട്ടിലുണ്ടെന്ന വിവരം 19-ാം സാക്ഷി കക്കിമൂപ്പനിൽ നിന്നറിഞ്ഞ മറ്റു പ്രതികൾക്കൊപ്പം വണ്ടിക്കടവിലെത്തി അവിടെ നിന്ന് റിസർവ് വനത്തിൽ അതിക്രമിച്ചു കയറി. മധുവിനെ പിടികൂടിയത് 2-ാം പ്രതി മരക്കാറാണ്. മധുവിനെ പിടിക്കാൻ കാട്ടിൽ കയറിയ പ്രതികളിൽ ഒരാളാണ് 3-ാം പ്രതി ഷംസുദ്ദീൻ. ബാഗിന്റെ സിബ് കീറി മധുവിന്റെ കയ്യിൽ കെട്ടി വടികൊണ്ട് പുറത്തടിക്കുകയും മധുവിന്റെ 2ാമത്തെ ഭാര്യയിൽ പൊട്ടിക്കുകയും ചെയ്തു. മധു രക്ഷപ്പെടാതിരിക്കാൻ കയ്യിൽ കെട്ടിയ സിബിൽ പിടിച്ച് നടത്തിച്ചതും ഷംസുദ്ദീനാണ്. 5-ാം പ്രതി രാധാകൃഷ്ണനാണ് കാട്ടിൽ കയറി പിടികൂടിയ മധുവിന്റെ ഉടുമുണ്ടഴിച്ച് ദേഹമടക്കം കൈകൾ കൂട്ടിക്കെട്ടുകയും പിടിച്ചു കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത്. 6-ാം പ്രതി അബൂബക്കറും 7-ാം പ്രതി സിദ്ദിഖും ചേർന്ന് കാട്ടിൽ കയറി പിടിച്ചുകൊണ്ടുവരുന്ന വഴി മധുവിന്റെ പുറത്ത് ഇടിക്കുകയും കയ്യിൽ പിടിച്ച് നടത്തിക്കുകയും ചെയ്തു. മറ്റു പ്രതികൾക്കൊപ്പം കാട്ടിൽ കയറി മധുവിനെ പിടികൂടി മുക്കാലിയിലേക്കും കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളും പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് 8-ാം പ്രതി ഉബൈദാണ്. മധുവിനെ കാട്ടിൽ കയറി പിടിക്കാൻ 9-ാം പ്രതി നജീബിന്റെ ജീപ്പിലാണ് പ്രതികൾ പോയത്. നജീബ് മധുവിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. മധുവിനെ കാട്ടിൽ കയറി പിടിച്ച ശേഷം അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അടങ്ങുന്ന ചാക്ക് കെട്ട് മധുവിന്റെ തോളിൽ വച്ചുകൊടുക്കുകയും നടത്തിക്കൊണ്ടുവരുന്ന വഴി ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമാണ് 10-ാം പ്രതി ജൈജുമോൻ ചെയ്തത്. 12-ാം പ്രതി സജീവ്, 13-ാം പ്രതി സതീഷ് എന്നിവർ മറ്റ് പ്രതികൾക്കൊപ്പം കാട്ടിൽ കയറി മധുവിന്റെ ഉടുമുണ്ടഴിച്ച് കൈകൾ കെട്ടാൻ സഹായിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. മധുവിനെ പിടിച്ചുകൊണ്ടുവരുന്ന സംഘത്തിനൊപ്പം ചേർന്ന് മധുവിനെ കൈകൊണ്ട് പുറത്തിടിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത് 14-ാം പ്രതി ഹരീഷാണ്. മധുവിനെ പിടിച്ചുകൊണ്ടുവരുന്ന സംഘത്തിനൊപ്പം ചേർന്ന് മധുവിന്റെ കൈകൾ കെട്ടി സിബിൽ പിടിച്ച് നടത്തിച്ചത് 15-ാം പ്രതി ബിജു. മുക്കാലിയിൽ എത്തിച്ചപ്പോൾ മധുവിന്റെ കയ്യിൽ പിടിച്ച് ഇയാൾ മുതുകിലിടിച്ചു. മുക്കാലിയിൽ എത്തിച്ച മധുവിനെ കാൽമുട്ടുകൊണ്ട് ഇടിക്കുകയായിരുന്നു 16-ാം പ്രതി മുനീർ ചെയ്തത്. മുക്കാലിയിൽ എത്തിച്ച മധുവിനെ കള്ള എന്ന് വിളിച്ച് അവഹേളിച്ച 11-ാം പ്രതി അബ്ദുൽ കരീമിനെയും മുക്കാലിയിൽ ആൾക്കൂട്ടം തടഞ്ഞുവെച്ച് മധുവിനെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച 4-ാം പ്രതി അനീഷിനെയുമാണ് കോടതി വെറുതെ വിട്ടത്. മണാർക്കാട് പട്ടികജാതി വർഗ പ്രത്യേക കോടതിയുടേതാണ് വിധി. പ്രത്യേക കോടതി ജഡ്ജി KM രതീഷ് കുമാറാണ് കേസ് പരിഗണിച്ചത്. കേസിൽ പ്രതികളുടെ ശിക്ഷ നാളെ വിധിക്കും. കേസിന്റെ അന്തിമവാദം മാർച്ച് 10-ന് പൂർത്തിയായിരുന്നു. 2018 ഫെബ്രുവരി 22-നായിരുന്നു കേരള മനസാക്ഷിയെ നടുക്കിയ കൊലപാതകം നടന്നത്. യുഗനാഥം ന്യൂസ്, പാലക്കാട്. മധുവിന് നീതി കിട്ടിയോ എന്ന വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കേരള സർവകലാശാല നിയമ ഗവേഷകനും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകനുമായ ശ്രീ ശ്യാം ദേവരാജാണ്. സ്വാഗതം. ശ്യാം, ഇന്ന് കേരളമാകെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയാണ് പുറത്തു വന്നത്. ഈ വിധിക്ക് വേണ്ടി കുറേ നാളുകളായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. പലപ്പോഴും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഈ കേസ് നീണ്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായി. പ്രത്യേകിച്ചും താങ്കളെപ്പോലെ ഈ നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഈ 16 പേരിൽ 14 പേർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ശിക്ഷാവിധി വരാനിരിക്കുകയാണ്.
തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ വിധിയെ ഏത് തരത്തിലാണ് ഈ നിയമ സമൂഹം നോക്കിക്കാണുന്നത്? സത്യത്തിൽ വിധിയെ വിലയിരുത്തേണ്ട ഒരു ഘട്ടമായിട്ടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വിധിയെ വിലയിരുത്തുക ആ വിധിന്യായം വായിച്ചിട്ടാണ്. വിധിന്യായം നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ല. വിധിന്യായം എത്തണമെങ്കിൽ ഇനിയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. നാളെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. തീർച്ചയായും അതിന്റെ കുറ്റക്കാരന് ആണെന്ന് കണ്ടെത്തി. 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് ഇന്ന് വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രത്യേക കോടതി കണ്ടെത്തി. ഇനി നാളെ കോടതിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളുടെ സംബന്ധിച്ച് ഞാൻ പറയാം. പ്രധാനമായും ഇവരുടെ ശിക്ഷാവിധിയിലുള്ള വാദം നടക്കും. ഈ വാദത്തിന് ശേഷമാണ് എന്ത് ശിക്ഷ നമുക്ക് മിക്കവാറും പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. അവരെ സംബന്ധിച്ചൊരു വലിയ വിജയത്തിന്റെ മുന്നിലാണ് അവർ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന്റെ അനന്തര ഫലം തേടിയാണ് അവർ നിൽക്കുന്നത്. സ്വാഭാവികമായും പരമാവധി ശിക്ഷ നൽകണം എന്ന കാര്യം അവർ ആവശ്യപ്പെടും. പ്രതികളുടെ ഭാഗം അഭിഭാഷകർ പറയുക അത്രയും ശിക്ഷ നൽകരുത് എന്നായിരിക്കും. അത് സ്വാഭാവികമായി എല്ലാ കോടതിയിലും നടക്കുന്ന ഒരു വാദത്തിന്റെ ഭാഗമായി വേണം നമുക്കതിനെ വിലയിരുത്താം. അല്ലെങ്കിൽ അതേ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷെ കോടതി ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് നാളെ അറിയേണ്ടത്. അത് വിധിന്യായത്തോടിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. കോടതി പക്ഷെ ഇന്ന് അതിന്റെ ഒരു ഹോംവർക്കിന്റെ ഭാഗമായി ചിലപ്പോൾ കോടതി ഇന്ന് തന്നെ അക്കാര്യത്തിൽ ഇന്ന് രാത്രി തന്നെ തീരുമാനമെടുക്കാം. അതിന്റെ അന്തിമമായ വിധി നാളെ എന്തായാലും ഉച്ചയോടുകൂടി. അല്ല, ഇവിടെ ശ്യാമത്തില് നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി ഒരു സൂചന നൽകുന്നുണ്ട്. ഉണ്ട്. അല്ല, കൃത്യമായി ഞാൻ പറയുന്നത് ഈ നരഹത്യ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 304 2 വകുപ്പ് നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അക്കാര്യത്തിൽ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഈ കുറ്റങ്ങൾ അനുസരിച്ച് ചാർജ് ഷീറ്റ് കുറ്റപത്രം അനുസരിച്ചുള്ള കുറ്റങ്ങളെല്ലാം നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 14 പേർ കുറ്റക്കാരാണ് എന്നും കോടതി പറയുന്നത്. ഇവർക്ക് എന്ത് ശിക്ഷാവിധി വേണം എന്ന കാര്യത്തിലാണ് നാളെ വാദം നടക്കുക. ഇത് കാരണം എപ്പോഴും വിചാരണ ഒരു 2 ഘട്ടങ്ങളാണ്. ഒന്ന് കുറ്റക്കാരാണോ അല്ലയോ എന്നതാണ് കോടതിയുടെ മുന്നിൽ വരുന്ന ആദ്യത്തെ ചോദ്യം. അതിന്മേലാണ് വിചാരണ നടക്കുക. രണ്ടാമത്തേത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന ആളുകൾക്ക് മേൽ എന്ത് ശിക്ഷ വിധിക്കണം എന്ന കാര്യത്തിൽ മറ്റൊരു വിചാരണ. അങ്ങനെ 2 ഘട്ടങ്ങളായാണ്. അതിന്റെ 2ാം ഘട്ടമാണ് നടക്കാനിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇതിൽ പറയുന്നത് 2018 ഫെബ്രുവരി 22 അല്ലെങ്കിൽ 18 മുതൽ 22 വരെയുള്ള ദിവസങ്ങൾ, 18-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 22-ാം തീയതിയാണ് കൊല്ലപ്പെടുന്നത്. 5 വർഷം പൂർത്തി. വളരെ നിർണായകമായ ഒരു കാലയളവാണ് കഴിഞ്ഞ 5 വർഷം എന്ന് പറയും. പ്രത്യേകിച്ചും ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു സാമൂഹികമായ പശ്ചാത്തലം കൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. സോഷ്യോ ലീഗൽ പ്രശ്നമാണ്. വെറും സമ്പൂർണമായ ഒരു നിയമ പ്രശ്നം മാത്രമല്ല. ആരാണ് മധു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായും മധു ഒരു ആദിവാസി യുവാവാണ്. അയാൾ ഭക്ഷണത്തിന് വേണ്ടിയാണ് പുറത്തേക്ക് വരുന്നതും അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യം ചെയ്യുന്നതും. അതിന്റെ പേരിലാണ് ആൾക്കൂട്ടം ആക്രമണം നടത്തുന്നത്. എന്ത് ആക്രമണമാണ് നടത്തുന്നത് വെച്ചാൽ ആൾക്കൂട്ടം അയാളുടെ കൈകൾ രണ്ടും ബന്ധിച്ച് ഒരിടത്ത് പിടിച്ച് കെട്ടി നിർത്തിയിട്ട് അയാളെ തല്ലിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ മനസാക്ഷി പോലും മരവിക്കുന്ന രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാണ്. സാധാരണ ഒരു കൊലപാതകമെല്ലാം തന്നെയും നമുക്ക് അങ്ങനെ പറ്റില്ല. എല്ലാം അങ്ങനെ ഒരു നല്ല കൊലപാതകമൊന്നും ചീത്ത കൊലപാതകമൊന്നും ഇല്ല. എല്ലാ കൊലപാതകവും സമ്പൂർണമായി നമുക്ക് നിരാകരിക്കേണ്ടുന്നതാണ്. കാരണം ഒരാളുടെ ജീവൻ എടുക്കുന്ന കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരു മാനുഷികമായ ഒരു പരിഗണനയും ഇല്ലാത്തൊരു കുറ്റകൃത്യമാണ്. അതിൽ ഏറ്റവും ക്രൂരമായ രീതിയിൽ, അതിനേക്കാൾ കുറച്ചുകൂടി നമ്മൾ സാധാരണ വിചാരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ക്രൂരമായ രീതിയിൽ നടപ്പാക്കിയിട്ടുള്ളതാണ്. ഒരാൾക്കൂട്ടം വളഞ്ഞു കൂടി നിന്ന് ഒരു നിരായുധനായ അല്ലെങ്കിൽ തിരിച്ചു മറിച്ചൊന്നും പറയാൻ ശേഷിയില്ലാത്ത അല്ലെങ്കിൽ പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത, ശാരീരികമായി ഒന്ന് ഒളിച്ചോടാൻ പോലും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ പോലും കഴിയാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു യുവാവാണ്. അയാളെയാണ് ഇങ്ങനെ തല്ലിക്കൊല്ലുന്നത്. അദ്ദേഹം വളർന്നു വന്ന ജീവിത സാഹചര്യം കൂടി അതിലുണ്ട്. അവർ സമ്പൂർണമായും വനത്തിനുള്ളിൽ ജീവിക്കുന്ന ആളുകളാണ്. സാമൂഹികമായി ഇടപെട്ട് ജീവിക്കുന്ന ആളുകളല്ല എന്നത് കൂടിയുണ്ട്. അത്തരമൊരു സാമൂഹിക പുരോഗതി കൈവരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളല്ല മധു. ആ ഒരു പരിഗണന പോലും നൽകിയിട്ടില്ല. നോക്കൂ, നമുക്ക് സാധാരണഗതിയിൽ ഈ ഒരു നാട്ടിൽ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെ പരിഗണിക്കുന്ന അതുപോലെ പോലും അല്ല. അതിനപ്പുറത്ത് ഒരു അങ്ങേയറ്റം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതിനിധിയായി എന്നും പറയാൻ കഴിയില്ല. ഞാൻ ഈ പറയുന്ന പല വാക്കുകളിൽ നമുക്ക് വിയോജിപ്പുണ്ടാവും. അങ്ങനെ പോലും പറയാൻ കഴിയില്ല. അദ്ദേഹം അവരിൽ ഒരാളാണ്. തീർച്ചയായും അങ്ങനെയുള്ള ഒരാളെയാണ് ഇവർ തല്ലിക്കൊന്നത്. ആ ഒരാൾക്കൂട്ടം നടത്തി ഏറ്റവും മനസാക്ഷി മരവിച്ച ആക്രമണമായി തന്നെ വേണം അതിനെ വിലയിരുത്താൻ. അതിൽ 2 പേർ എന്തുകൊണ്ട് കുറ്റക്കാരല്ല, എങ്ങനെയാണ് കോടതി അതിനകത്ത് കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തിയതെന്ന്
കോടതിയുടെ വിധിന്യായം നാളെ വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. തീർച്ചയായും. പക്ഷെ അതിനിപ്പുറത്ത് 14 പേർ 16 പ്രതികളിൽ 14 പേരും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുമ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി 100 സാക്ഷികളാണ്. 100-ൽ 24 പേർ കൂറുമാറിയ സാക്ഷികൾ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊക്കെ ഒരു ഘട്ടത്തിൽ ആശങ്കപ്പെട്ടിരുന്നത് ഇനി ഈ പ്രതികളെല്ലാം ഈ ഇതിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോകുമോ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അതിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ആ പ്രോസിക്യൂഷനെയും ആ കോടതിയുടെ നിലപാടിനെയുമാണ്. ഇത്രയും പേർ കൂറുമാറിയാലും ഇതിന്റെ നീതി ഇന്നതാണ് എന്നും ഇതിന്റെ ശരിപക്ഷം ഏതാണെന്നും കണ്ടെത്താൻ ആ ജഡ്ജിക്ക് കഴിഞ്ഞു എന്നതാണ്. പ്രത്യേക കോടതിയുടെ വിചാരണ കോടതി ജഡ്ജിക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇക്കാലഘട്ടത്തിൽ ഈ സാമൂഹിക സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു ജഡ്ജി ഒരു തീരുമാനം എടുക്കുന്നത് തന്നെ തികച്ചും അഭിനന്ദനാർഹമാണ്. അല്ല, ജഡ്ജിയെ സംബന്ധിച്ച് വിചാരണ വേളയിലെല്ലാം അദ്ദേഹം വളരെയധികം പ്രതിസന്ധി നേരിട്ടിരുന്നു. ഇതുപോലെ കൂറുമാറും മറ്റും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങളും ഒക്കെ വല്ലാതെ പ്രതിസന്ധി ഉണ്ടാക്കി. ഈ നമ്മുടെ ക്രിമിനൽ കേസുകളുടെ ഒരു വ്യാഖ്യാനം പരിശോധിച്ചാൽ ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്തുമ്പോൾ ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്തു വന്നിരിക്കട്ടെ, 100 ടെസ്റ്റുകൾ നടത്തുന്നു, 100 പരീക്ഷണങ്ങൾ നടത്തുന്നു. 100-ൽ 99 പരീക്ഷണങ്ങളിലും അദ്ദേഹമാണത് ചെയ്തത് എന്ന് നമുക്ക് ഉറപ്പാണ്, അല്ലെങ്കിൽ ആ ജഡ്ജിക്കോ പ്രോസിക്യൂഷനോ ഒക്കെ ഉറപ്പാണ്. പക്ഷെ ജഡ്ജിയുടെ മുന്നിൽ വരുന്ന 100ാമത്തെ ടെസ്റ്റിൽ അല്ലെങ്കിൽ നടത്തുന്ന 100ാമത്തെ ടെസ്റ്റിൽ അദ്ദേഹം ആണോ അത് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് എങ്കിൽ ആ സംശയത്തിന്റെ ആനുകൂല്യം ആ പ്രതിക്ക് നൽകണം എന്നതാണ് ഈ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. ക്രിമിനൽ നിയമത്തിന്റെ വ്യാഖ്യാനം അങ്ങനെയാണ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് പീനൽ സ്റ്റാറ്റ്യൂട്ട്സ് അങ്ങനെയാണ് വ്യാഖ്യാനം അങ്ങനെയാണ്. അതുകൊണ്ട് അത്തരം ഒരു വലിയ പ്രതിസന്ധി പോലും, അത് ഇത്രയധികം സാക്ഷികൾ കൂറുമാറുമ്പോൾ നമുക്ക് പ്രോസിക്യൂഷൻ അന്വേഷണ സംഘം ഇത് ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന സാക്ഷികളാണ് ഭൂരിപക്ഷവും. അവരാണ് ഇങ്ങനെ ഒന്നടങ്കം കൂറുമാറുമ്പോൾ, 4-1 സാക്ഷികൾ പോലും കൂറുമാറുമ്പോഴാണ് അതിനുള്ളിൽ നിന്ന് ഒരു സത്യം കണ്ടെത്താൻ ഇവർ കുറ്റക്കാരാണ് എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെടുന്ന ആ ജഡ്ജിക്ക് അങ്ങനെ ഒരു ബോധ്യം വരുന്നത്. അത് പ്രോസിക്യൂഷൻ എടുത്തതും അന്വേഷണ സംഘത്തിന്റെ നിലപാടും ഒക്കെ കാര്യത്തിൽ വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. മാത്രമല്ല കോടതി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത് തന്നെ ഞാൻ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിന് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. തീർച്ചയായും ആ കാര്യങ്ങൾ എന്തായാലും ആശ്വാസകരമാണ്. സമൂഹം നീതി കിട്ടി, സമൂഹം വലിയ തോതിൽ ആശ്വസിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെല്ലാം ഇതെങ്ങനെ ആകിത്തീരുമെന്നുള്ളൊരു ആശങ്ക പൊതുസമൂഹത്തിന് തീർച്ചയായും ഉണ്ടായിരുന്നു. ഈ കേസ് ഏത് വഴി കൂടെ പോകുന്നു എന്നുള്ളതൊക്കെ വെച്ചൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഇത് മധുവിന് നീതി കിട്ടില്ല എന്നൊക്കെ തരത്തിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും ആശ്വാസത്തിലാണ്. പക്ഷേ മധുവിൻ്റെ കുടുംബത്തിന് ചെറിയൊരു ആശ്വാസക്കുറവ് അവർ പറയുന്നത് ഈ 14-ൽ 2 പേരെ വെറുതെ വിട്ടു, അതിൽ ഒരു പൂർണ്ണതയില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് തീർച്ചയായും നമുക്ക് അതിൽ പോകാം. കാരണം 2 പേർ എന്തുകൊണ്ടാണ് ഈ 2 പേർക്ക് ചിലപ്പോ നാളെ വിധിന്യായം വരുമ്പോൾ അതിനകത്തുണ്ടാവുക സംശയത്തിന്റെ ആനുകൂല്യം നൽകിയെന്ന് തന്നെയായിരിക്കാം ചിലപ്പോൾ അതിനകത്തുണ്ടാവുക. കാരണം അവർക്കെതിരായിട്ടുള്ള കുറ്റം തെളിയിക്കാൻ, അല്ലെങ്കിൽ അവർ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടു എന്ന് തെളിയിക്കാൻ ഒരുപക്ഷെ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല, അന്വേഷണ സംഘത്തിന് അതിനുള്ള മതിയായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതൊക്കെ ആയിരിക്കാം. എന്റെ ഒരു പെരിഫറൽ ആയിട്ടുള്ള വ്യൂ മാത്രമാണ്. ഞാനത് ഏറ്റവും മുകളിൽ നിന്ന് മാത്രം കാണുന്നതാണ്. ഞാൻ ആ കേസിനെ സംബന്ധിച്ച് FIR പോലും ഞാൻ ഇതുവരെ വേണ്ട രീതിയിൽ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് അത്രയും അജ്ഞത എനിക്ക് അതിലുണ്ട്. പക്ഷെ എങ്കിലും ഒരു സാധാരണ ഏതെങ്കിലും ഒരു കേസിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന നിലയിൽ ഞാൻ പറയുന്നത്, ഈ 2 പ്രതികൾക്കിടയിൽ ഈ 2 പ്രതികളുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ 2 പേർക്കെതിരെ ഇതിൽ നിന്ന് ഈ കുറ്റകൃത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ നിന്ന് കോടതി ഒഴിവാക്കുന്ന അവരെ വിടുതൽ ചെയ്യുന്നത്, ശിക്ഷ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഈ കുടുംബത്തിന് അതിനകത്ത് ആശങ്ക വരും. അത് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ ഒക്കെ നമുക്ക് വ്യക്തത ഇനി വരാനുണ്ട്. പക്ഷെ അതിൽ പ്രോസിക്യൂഷന് ആക്ഷേപങ്ങൾ ഉണ്ടാവാം. കാരണം പ്രോസിക്യൂഷൻ നാളെ വിധിന്യായം വായിച്ചു കഴിയുമ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത് ഇവർക്കെതിരെ മതിയായ തെളിവുകൾ ഉണ്ടായിരുന്നു, പക്ഷെ കോടതി പരിഗണിച്ചിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ നമുക്ക് അതെന്താണെന്നുള്ളത് ഞാൻ പറയുന്നത് നമുക്ക് നാളെ പറയാൻ കഴിയും. പക്ഷെ എങ്കിലും പ്രോസിക്യൂഷൻ അതിന്മേൽ ഒരു തൃപ്തി വന്നിട്ടില്ല എങ്കിൽ പ്രോസിക്യൂഷന് ആ വിധിന്മേൽ അപ്പീൽ പോകാവുന്നതാണ്. സ്വാഭാവികമായി ഈ കേസിൽ ഒരു അപ്പീൽ ഉണ്ടാവും. അല്ല, മധുവിന്റെ കുടുംബം തീർച്ചയായും സുപ്രീം കോടതി സമീപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ നാളത്തെ ഈ വിധിന്യായം മുഴുവൻ കേട്ടതിന് ശേഷം അതെ. അല്ല, അത് 2 കാര്യങ്ങൾ പല രീതിയിലാണ്. അത് ഒന്ന്, പ്രതികൾ ഉറപ്പായും ഈ ശിക്ഷ വിധിന്മേൽ ഇളവ് നേടിയോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടോ അവർ ഹൈക്കോടതിയിലേക്ക് പോകും. അത് പ്രതികളുടെ ഭാഗത്തു നിന്ന് വരുന്ന നടപടിക്രമമാണ്. പ്രോസിക്യൂഷൻ സ്വാഭാവികമായും മറ്റു 2 പ്രതികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ, ശിക്ഷിപ്പിക്കണം, അവരെ കൂടി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പോകും. സ്വാഭാവികമായും ആ പ്രോസിക്യൂഷൻ പോകുന്ന അതേ ആവശ്യം ഉന്നയിച്ച്
മധുവിന്റെ കുടുംബം കൂടി അവർക്ക് ഡിഫാക്ടോ കംപ്ലൈനൻസ് എന്ന നിലയിൽ പോകാനുള്ള സമ്പൂർണമായ അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. അവർക്കും അത് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇതെല്ലാം, അതായത് ഒരു വിധിന്യായത്തിൽ ജഡ്ജിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു വിധി എഴുതുന്ന ന്യായാധിപന്റെ മുന്നിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉത്തരങ്ങളുണ്ട്. അത് ഒന്ന് യെസ് അല്ലെങ്കിൽ നോ. ഇതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ആ ന്യായാധിപന്റെ ഉള്ളിലുള്ള കാര്യം. അത് തിരഞ്ഞെടുക്കുമ്പോൾ യെസ് എന്നാണ് അദ്ദേഹത്തിന്റെ ഉത്തരമെങ്കിൽ അതിനുള്ള ന്യായ പ്രമാണങ്ങൾ കണ്ടെത്തണം, അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തണം. എന്തുകൊണ്ടാണ് ഞാൻ യെസ് എന്ന ഉത്തരം നൽകിയത് എന്ന അതിനുള്ള ന്യായീകരണങ്ങൾ അദ്ദേഹം നൽകണം. അതല്ല നോ എന്നാണ് ഉത്തരമെങ്കിൽ അതിനുള്ള ന്യായീകരണങ്ങൾ അദ്ദേഹം കണ്ടെത്തണം. എന്തൊക്കെയാണ് ഈ റീസൺസ്, ഈ ജഡ്ജ്മെന്റിലേക്ക് എത്തിയ ന്യായപ്രമാണങ്ങൾ എന്താണ് എന്ന കാര്യത്തിൽ നാളെ വിധിന്യായം വന്ന ശേഷം മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. ശ്യാം, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഇന്ന് കുറ്റക്കാരാണെന്ന് കോടതി വിധിക്കുമ്പോഴും ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുമ്പോഴും ഒരു പോയിന്റ് കൃത്യമായി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് സദാചാര പോലീസ് ചമയുന്നതിനെ കുറിച്ച് കോടതി പറയുന്നത് അത് ശരിയല്ല. പക്ഷെ അത് ഈ സമൂഹത്തിന് നൽകുന്ന വലിയൊരു ഒരു സന്ദേശം തന്നെയല്ലേ? പ്രത്യേകിച്ച് ഈ കേസ് ഒരു വലിയൊരു സമൂഹം ചേർന്ന് ഒരു പാവപ്പെട്ട ഒരു വളരെ അവശനായ ഒരു വ്യക്തിയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നു. അപ്പോൾ അത്തരം ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ സന്ദേശമായി മാറുമെന്ന് കരുതുന്നു. തീർച്ചയായും അത് നമ്മൾ ആദ്യം സാധാരണ ഒരു സന്ദേശം എന്ന നിലയിലല്ല. സദാചാര പോലീസിംഗ് എന്ന് പറയുന്നത് എക്കാലവും ഈ സമൂഹത്തിൽ പലയിടങ്ങളിലും സംഭവിക്കുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുറവാണ് ഉള്ളൂ. നമ്മുടെ സമൂഹത്തിൽ സദാചാര കണ്ണുകളോടെ മനുഷ്യനെ കാണുന്ന ആളുകൾ ഇപ്പോഴും ഈ സമൂഹത്തിൽ പലയിടത്തും ഒളിച്ചിരിപ്പുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ ഇതുപോലെ മധുവിന് നേരെ ഉണ്ടാകുക സദാചാര പോലീസിംഗ് പോലെ പലയിടങ്ങളിലും സംഭവിക്കാം. പക്ഷെ പലരും ഈ മഴയ്ക്കുള്ളിൽ ഇരുന്ന് ഇങ്ങനെ അവരുടെ സദാചാര കണ്ണുകളാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നതേ ഉള്ളൂ. അത് പല കേസുകളിൽ സംഭവിക്കാം. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നടന്നു പോയാൽ സംഭവിക്കാം. ഒരു 2 വീലറിൽ 2 പേർ യാത്ര പോയാൽ സംഭവിക്കാം. 2 പേർ ഒരു ബസ്സിൽ യാത്ര പോയാൽ സംഭവിക്കാം. അല്ലെങ്കിൽ ഒരുമിച്ച് ഇരിക്കുന്നത് കണ്ടാൽ സംഭവിക്കാം. സ്ത്രീയുടെ പുരുഷന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോ ഏത് എക്സ്റ്റെന്റിലേക്ക് നമുക്ക് പല രീതിയിലാണ് സദാചാര പ്രശ്നങ്ങൾ. ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള അവളുടെ സ്വാതന്ത്ര്യത്തിൽ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ അതിനെ പോലും സദാചാര മകളെ ഇത് പാടില്ല, നിന്റെ അടിവസ്ത്രം അല്ലെങ്കിൽ പിന്നെ ഉള്ളിലുള്ള വസ്ത്രം പുറത്ത് കാണുന്നുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വിധി പറയുന്ന ആളുകൾ സദാചാര പോലീസിംഗായി നമുക്കൊപ്പമുള്ള നാടാണിത്. അതുകൊണ്ട് അവർക്ക് സത്യത്തിൽ ഇത് നമ്മുടെ സമൂഹത്തിന്റെ സാംസ്കാരികമായ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ സമീപനത്തിൽ നിന്നൊക്കെ വളരെ വലിയ മാറ്റം സംഭവിക്കാനുണ്ട്. അതിന്റെ ഒരു ദിശാസൂചികയായി കോടതി തന്നെ പറയുകയാണ് ഈ സദാചാര പോലീസിംഗ് ഇവിടെ ആവശ്യമില്ല എന്നത് കോടതിക്ക് തന്നെ പറയേണ്ടി വരുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഏറ്റവും സുപ്രധാനമായ കാര്യം. മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, ശ്യാം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടു, ഇത്ര നീണ്ട കാലയളവിൽ പോയി പലരും മധുവിന്റെ കുടുംബം വളരെ ആശങ്കപ്പെട്ടു. ഈ പ്രോസിക്യൂഷൻ്റെ അല്ലെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു, പലരും വരാൻ മടിക്കുന്നു, ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിക്കുന്ന അടക്കമുള്ള സർക്കാരിന് ചില ആശങ്കകൾ ഉണ്ടാകുന്നു. ഈ കേസിന് വേണ്ടി വേണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നു. പക്ഷെ അതെല്ലാം മാറി പിന്നീട് സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ വേണ്ട ശ്രദ്ധ പുലർത്തുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെന്നൊരു സംശയം സമൂഹം ഉണ്ടാകുന്നു. പലരും കൂറുമാറിയല്ലോ. അതെല്ലാം പ്രോസിക്യൂഷൻ തന്നെ അറിഞ്ഞു ചെയ്തതാണോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ. അതെ, പക്ഷെ ഞാനതിൽ അങ്ങനെയല്ല. ഇതിന്റെ വസ്തുതകൾ, അതായത് മുൻപ് കേരളത്തിലെ ഒരു പ്രമുഖ ദൃശ്യമാധ്യമം ഒരു വാർത്ത ചെയ്തു, പ്രോസിക്യൂട്ടർ ഈ ദിവസം കോടതിയിൽ ഹാജരായില്ല, സർക്കാരിന്റെ അഭിഭാഷകൻ എവിടെ എന്ന ചോദ്യം. അന്ന് വലിയ ചോദ്യമായി നമ്മുടെ കേരളത്തിൽ. അപ്പോ സർക്കാർ തന്നെ ഈ കേസ് ഇട്ടിട്ട് പോയോ, അല്ലെങ്കിൽ മധുവിന്റെ കുടുംബത്തിനൊപ്പം സർക്കാർ ഇല്ലേ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ വന്ന ഒരു ദിവസമാണ്. ഞാൻ അത് ഏത് മാധ്യമമൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. പക്ഷെ അതിന്റെ പിന്നാലെ, അതായത് ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിലും മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും ഇതിന്റെ പിന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള എന്റെ ഒരു വ്യക്തിപരമായ ആകാംക്ഷ കൊണ്ട് ഞാൻ അക്കാര്യം അന്വേഷിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഇതിൽ ആദ്യമായി നോക്കൂ, ഇതില് 3 പ്രോസിക്യൂട്ടർമാരെ സർക്കാർ പല ഘട്ടങ്ങളിലായി നിയമിച്ചിട്ടുണ്ട്. 3 പ്രോസിക്യൂട്ടർമാരെയും നിയമിച്ചത് മധുവിന്റെ കുടുംബത്തിന്റെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവർ നിർദ്ദേശിച്ച ആളുകളെയാണ് പ്രോസിക്യൂട്ടർമാരായി നിയമിച്ചത്. നിയമിച്ചതെന്ന് ഞാൻ ആവർത്തിക്കുന്നു. കാരണം ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നത് സർക്കാരിന്റെ എന്തെങ്കിലും താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരു പാനൽ തയ്യാറാക്കുകയും ആ പാനൽ, അതായത് അവരോട് തന്നെ പാനൽ തയ്യാറാക്കി തരാൻ ആവശ്യപ്പെടുന്നു. മധുവിന്റെ കുടുംബം പാനൽ തയ്യാറാക്കി നൽകുന്നു. അതിൽ നിന്ന് ആരെ നിയമിക്കണം എന്നത് സ്വാഭാവികമായി അവർക്ക് ഒരു പ്രയോറിറ്റി ഉണ്ടാവും.
അതിൽ സർക്കാരിന്റെ കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ട് മധുവിന്റെ കുടുംബം നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്നത്. അതിൽ സർക്കാരിന്റേതായിട്ടുള്ള മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഇല്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത്, ആദ്യത്തെ പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരാകാതിരുന്നത് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചശക്തിക്ക് പ്രശ്നമുണ്ട് എന്നാണ്. അദ്ദേഹത്തെ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം എന്ന്, അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ളൊരു അഭിഭാഷകനാണ് പാലക്കാട്, അദ്ദേഹത്തെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന്, അദ്ദേഹത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് അദ്ദേഹം പലതവണ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാർ പക്ഷേ അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവായി, അല്ലെങ്കിൽ അവധി നൽകി മുന്നോട്ട് പോയി. ആ സമയത്ത് ഒരു ദിവസം ഹാജരാകുന്നത് അദ്ദേഹം നിയോഗിച്ച ജൂനിയർ അഭിഭാഷകനാണ്. അന്ന് കോടതിയിൽ, അതായത് അന്ന് ഈ മാധ്യമവാർത്ത ഒന്നുമല്ല, സർക്കാർ ഭാഗം അഭിഭാഷകൻ വന്നില്ല എന്നല്ല, പക്ഷെ അദ്ദേഹം നിയോഗിച്ച ജൂനിയർ അഭിഭാഷകൻ അന്ന് കോടതിയിൽ ഹാജരായിരുന്നു. അത് പ്രധാനപ്പെട്ട ഒരു സംഗതി. പ്രോസിക്യൂട്ടർ എവിടെ എന്നുള്ള ചോദ്യത്തിന് പ്രോസിക്യൂട്ടർ അവധിയിലാണ്. എന്തുകൊണ്ടാണ് ഇത്ര അവധി എന്ന കാര്യത്തിനാണ് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം പറഞ്ഞു. പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും അന്ന് വാർത്തയിൽ വന്നില്ല. ഇതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. രണ്ടാമത്, മറ്റൊരു പ്രോസിക്യൂട്ടറെ നിയോഗിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു പ്രോസിക്യൂട്ടറുടെ ഒരു താല്പര്യത്തിലേക്ക്, ഒരു പേരിലേക്ക് എത്തുന്നു. അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്നത് ഉയർന്ന ശമ്പളമാണ്, അല്ലെങ്കിൽ ഉയർന്ന തുകയാണ്. മറ്റു പല, അദ്ദേഹത്തിന് സ്വന്തമായി ഓഫീസ് വേണം എന്ന ആവശ്യമുയർത്തുന്നു, മറ്റ് സൗകര്യങ്ങൾ വേണം എന്നുള്ള ആവശ്യമുയർത്തുന്നു. നോക്കൂ, ഞാൻ പറയുന്നത് ഈ എല്ലാ കേസുകളിലും സർക്കാരിന് ഒരു പൊതു നിലപാടാണ്, അല്ലെങ്കിൽ പൊതു മാനദണ്ഡമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക കേസിൽ പ്രത്യേകമായി കൂടുതൽ പണം നൽകി ആളുകളെ, അഭിഭാഷകരെ നിയോഗിക്കുക എന്നൊരു സംഗതി ഇല്ല. അപ്പൊ ചോദിക്കും, ഈ ബാർ കേസിലടക്കം പുറത്തു നിന്ന് ലക്ഷങ്ങൾ കൊടുത്തില്ലേ. പക്ഷെ നോക്കൂ, ഓരോ കേസിന്റെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഈ പ്രോസിക്യൂട്ടർമാരെ നിയോഗിക്കുന്നതിൽ, കീഴ്ക്കോടതികൾ പ്രോസിക്യൂട്ടർമാരെ വിചാരണയ്ക്ക് നിയോഗിക്കുന്നതിൽ സർക്കാരിന് ഒരു മാനദണ്ഡമുണ്ട്. അത് ഏതെങ്കിലും ഒരു കേസിൽ മാത്രമായി മാറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് മാറ്റേണ്ടതാണ്, അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ അനുസരിച്ച് മാറ്റേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കേസ്, ഇങ്ങനെയുള്ള കേസുകളിൽ അതെ ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ നിൽക്കാൻ പാടില്ല എന്നാണ് ഞാനും പറയുന്നത് വ്യക്തികൾ. പക്ഷെ അവർക്ക് ഓൾറെഡി ഒരു മാനദണ്ഡം ഉള്ളപ്പോൾ ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അത് അവരുടെ പരിമിതിയാണ്. ഭരണകൂടം, സർക്കാർ ആ പരിമിതി മറികടക്കണം. കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ, കാലാനുസൃതമായ രീതിയിൽ ഇക്കാര്യം പരിഗണിച്ച് പുതിയ നിലപാട് സ്വീകരിക്കണം. രണ്ടാമത് അങ്ങനെ ഒരു പ്രശ്നം വന്നു. അതിനുശേഷമാണ് മൂന്നാമത് മറ്റൊരു അഭിഭാഷകനിലേക്ക് എത്തുന്നത്. മൂന്നാമത് അഭിഭാഷകനിലേക്ക് എത്തുമ്പോൾ ആ പ്രോസിക്യൂട്ടർ വളരെ നന്നായി കേസ് കൈകാര്യം ചെയ്തതിന്റെ അനന്തര ഫലമാണല്ലോ നമ്മൾ ഇപ്പോൾ കാണുന്നത്. സർക്കാരിന് ഇതിൽ ഏതെങ്കിലും ഒരു സമയത്ത് വീഴ്ച വന്നു എന്ന് ഞാൻ വ്യക്തിപരമായും, അല്ലെങ്കിൽ എന്റെ ഒരു വിലയിരുത്തൽ കൊണ്ട് ഞാൻ ഒരു ഘട്ടത്തിൽ, പക്ഷെ മധുവിന്റെ കുടുംബം ആ സമയത്ത് പല ഘട്ടങ്ങളിലും അങ്ങനെയല്ല. അവർ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലും സമര രീതിയിലും ഒക്കെ വരുന്നൊരു സമയം നമ്മൾ കണ്ടു. അതുകൊണ്ട് ഞാനത് ചോദിച്ചു പോയത്. അല്ല, ഞാൻ പറഞ്ഞത് അതിന്റെ പിന്നിൽ ഇത്തരം കാര്യങ്ങളുണ്ട്. എപ്പോഴും പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്നത് മധുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം കൂടി, അല്ല അവരുടെ നിർദ്ദേശവും കാര്യങ്ങളും അവർ പറഞ്ഞ അഭിഭാഷകനെയാണ് നിയമിക്കുന്നത്. സർക്കാർ എല്ലാ ഘട്ടത്തിലും അത്തരം നിലപാട് തന്നെയാണ് സ്വീകരിച്ചതെന്നാണ് എന്റെ വ്യക്തിപരമായ അറിവ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാനിത് ബന്ധപ്പെട്ട, അതായത് ഞാൻ വളരെ കൃത്യമായി പറയുന്നത്, അതായത് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷക സമൂഹത്തിന്റെ തലവനാണ് ഇക്കാര്യത്തിലേക്ക് തീരുമാനം എടുക്കുന്നത്. അപ്പൊ അവർ നിയമവകുപ്പും ഈ ഇത്തരം സർക്കാർ അഭിഭാഷകരും ഒക്കെ ഇക്കാര്യം ആലോചിക്കുമ്പോൾ, മുതിർന്ന അഭിഭാഷകരും ഒക്കെ ആലോചിച്ചിട്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. തീർച്ചയായും നമ്മൾ ഈ കേസിന്റെ മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് സാംസ്കാരിക പ്രബുദ്ധതയുള്ള നാടാണ് കേരളം. അങ്ങനെ സാംസ്കാരിക പ്രബുദ്ധതയുള്ള പല കാര്യങ്ങളും നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ആ മധുവിൻ്റെ ദയനീയമാർന്ന മുഖം, ഈ കേസിൻ്റെ വിധി വന്നാൽ, ഇപ്പം നാളെ ഈ വിധി വന്നു, ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ ലഭിക്കുന്നത് പ്രതികൾക്ക്, എന്നാൽ കൂടി ആ മുഖം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. ഈ നിമിഷമാണല്ല, ഇനിയുള്ള ഏതെങ്കിലും ഒരു നിമിഷം മാഞ്ഞു പോകാൻ പാടില്ലാത്ത ഒരു മുഖമാണ് മധുവിൻ്റെത്. മധുവിന്റെ അത്രയും ദൈന്യതയായിരുന്നു മുഖം. നോക്കൂ, ഞാൻ ഒരു വിഷയം, നമ്മൾ രണ്ടുപേരും ഈ സമൂഹത്തിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. മധു അതുപോലും പ്രിവിലേജ്ഡ് അല്ലാത്ത, അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപക്ഷെ നമ്മൾ ഇത്രയും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളെ കാണുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അവസ്ഥയിലാണ്. തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയും ഒക്കെ ദളിതരായിട്ടുള്ള, ആദിവാസികളായിട്ടുള്ള ആളുകളെയൊക്കെ ഈ ശബ്ദം കേൾക്കുന്നതിനും അപ്പുറത്തേക്ക് മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെല്ലാം മറികടക്കാൻ, ആ ബാരിക്കേഡുകൾ മുഴുവൻ തകർക്കാൻ, ആ ബാരിയർ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി ഈ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ട നിയമമാണ് ഭരണഘടന.
ഭരണഘടനയുടെ അനുച്ഛേദം 16 SC/ST OBC അല്ലെങ്കിൽ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ഇവരെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ ഭരണകൂടത്തിന് അധികാരം നൽകുന്നതാണ് ഭരണഘടനയുടെ 16-ാം അനുച്ഛേദം. 17-ാം വകുപ്പിലാണ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മയെ സമ്പൂർണ്ണമായും നിരോധിക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ് 17-ാം വകുപ്പിന്റെ 17-ാമത്തെ അനുച്ഛേദത്തിന്റെ ലക്ഷ്യം. ഈ അനുച്ഛേദം അനുസരിച്ച് നമുക്ക് ഒരു ഘട്ടത്തിൽ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ അവിടെ നിന്നും ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ മുഖ്യധാരയിലൂടെ നടത്തിക്കുക എന്നതാണ് ഭരണഘടന നമുക്ക് മുന്നിൽ, ഈ സമൂഹത്തിന് മുന്നിൽ വെക്കുന്ന സന്ദേശം. ഭരണഘടന നിലവിൽ വന്ന് 70 സംവത്സരങ്ങൾ പൂർത്തീകരിക്കുന്നു, അല്ലെങ്കിൽ 70-ലധികം സംവത്സരങ്ങൾ, 72-ലധികം സംവത്സരങ്ങൾ പൂർത്തിയായി. പക്ഷെ ഇപ്പോഴും ഒരു വിഭാഗം ജനത അതിനപ്പുറത്ത് തന്നെയാണ്, ഇപ്പോഴും അണ്ടർ പ്രിവിലേജ്ഡായി ഇതുപോലെ കഴിയുകയാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ പ്രശ്നമല്ല, ഈ നിയമവും നയവും നിലപാടുകളും സ്വീകരിച്ച് നിയമം നടപ്പാക്കുന്നവരിലുള്ള പ്രശ്നമാണ്, ഭരണകൂടത്തിന്റെ പ്രശ്നമാണ്. അത് ഏതെങ്കിലും ഒരു ഭരണകൂടത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അതിൽ ഈ സമൂഹം കൂടി അതിൽ ഉത്തരവാദിയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ വഴിയിലൂടെ എല്ലാവരും ഒരുമിച്ച് നടക്കേണ്ടുന്ന ആളുകളാണ്. അങ്ങനെ ഒരുമിച്ച് നടക്കാൻ വേണ്ടിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ് ഭരണഘടന നമ്മളോട് പറയുന്നത്. എങ്കിൽ അങ്ങനെ സൃഷ്ടിക്കാൻ, അങ്ങനെ കാണാനാണ് നമ്മളെല്ലാവരും അക്കാര്യത്തിൽ ബോധവാന്മാരായിരിക്കേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ. എന്തായാലും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് മധു ജീവൻ കൊണ്ട് വില നൽകേണ്ടി വന്നത് എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഇന്ത്യ ഒട്ടാകെ ഈ വിഷയം വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നായാലും ഈ നാണക്കേടിൻ്റെ ആ ഒരു ബാക്കിപത്രം അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമുക്ക് ഈ ചർച്ചയുടെ ഒരു 2ാം ഘട്ടത്തിലേക്ക് എത്താം, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. കോടതിയുടെ വിധി കാത്തിരിക്കുകയാണ് ഇവരും. പ്രത്യേകിച്ചും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ശ്യാമിൻ്റെ പ്രത്യേകിച്ച് ഒരു നിയമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എന്താണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്ന് കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യപ്പെട്ടു പോകാൻ തോന്നുന്നു. കാരണം ജനം പ്രതീക്ഷിക്കുന്നൊരു വിധി ആണോ ഉണ്ടാകാൻ പോകുന്നത്, എന്താണ് മനസ്സിൽ? നാളത്തെ വിധിയെ സംബന്ധിച്ച് ആദ്യമേ ഒരു അഭിപ്രായം പറയാൻ തികച്ചും അപ്രായോഗികമാണ്. കാരണം കോടതിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല. കോടതിയുടെ മനസ്സിൽ എന്തായാലും ശരി, അത് നാളെ വിധി വരുമ്പോൾ മാത്രമാണ്. കോടതി ആ വിധി പറയുമ്പോൾ മണ്ണാർക്കാട് പ്രത്യേക കോടതി, വിചാരണ കോടതി, SC/ST അട്രോസിറ്റീസ് ആക്ട് സംബന്ധിച്ച ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ കോടതി നാളെ വിചാരണ പറയുമ്പോൾ, വിചാരണയ്ക്ക് ശേഷം വിധി പറയുമ്പോൾ മാത്രമേ ആ വിധി എന്താണ് എന്ന കാര്യത്തിൽ, ശിക്ഷാവിധി എന്താണെന്ന കാര്യത്തിൽ നമുക്കൊരു ഉത്തരം പറയാൻ കഴിയും. അതിന് മുമ്പേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ നിയമത്തിൽ പറയുന്ന ഒരു ശിക്ഷയുണ്ട്. ആ ശിക്ഷയ്ക്ക് അതാണ് പരമാവധി ശിക്ഷ. അതിൽ ഒന്നുകിൽ അതോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആകാം, അതിലെന്തായാലും കൂടില്ല. കാരണം അതിൽ കൂടുതൽ ഒരു ശിക്ഷ നൽകാൻ കോടതിക്ക് അധികാരം ഇല്ല. ഇതിൽ നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ പരിമിതമായ അറിവാണ്. ചിലപ്പോ അത് അക്കാര്യത്തിൽ മാറ്റമാണ്. നിയമത്തിൽ എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായി പരിശോധിക്കാത്തതുകൊണ്ടാണ്. പരമാവധി ശിക്ഷ 10 വർഷം വരെയാണ് എന്നാണ് എന്റെ അറിവ്. അങ്ങനെ 10 വർഷം വരെയാണ് എങ്കിൽ ഒന്നുകിൽ ആ 10 വർഷം വരെയുള്ള ശിക്ഷ തന്നെ നൽകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് 1-2 വർഷം ആദ്യമേ തന്നെ ഇളവ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിന് സാധ്യതയില്ല. ഞാൻ കരുതുന്നത് പരമാവധി ശിക്ഷയായ 10 വർഷം തന്നെ നൽകാനാണ് സാധ്യത. അങ്ങനെ നൽകിയതിനു ശേഷം പിന്നീട് അവരുടെ, അതായത് വിചാരണയ്ക്ക് ശേഷമുള്ള കാലയളവിൽ ശിക്ഷാ കാലയളവിൽ ഇവർ ജയിലിൽ കഴിയുന്ന കാലയളവിൽ, ഈ കുറ്റകൃത്യത്തിന് ശേഷം ജയിലിൽ കഴിയുന്ന കാലയളവിൽ അവർ നേരെ ചൊവ്വയാണ് നടക്കുന്നതെങ്കിൽ അത് അപ്പോൾ പരിഗണിച്ച് അപ്പോൾ തീരുമാനം എടുക്കാനുള്ള സമ്പൂർണ്ണമായ അധികാരം ജയിൽ അതോറിറ്റിക്കുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തെ പറ്റി നമ്മളിപ്പോൾ ആലോചിക്കേണ്ടതില്ല. കോടതിയുടെ മുന്നിൽ പരമാവധി ശിക്ഷ നൽകണോ വേണ്ടയോ എന്നുള്ളത് മാത്രമായിരിക്കും ചോദ്യം. ആ പരമാവധി ശിക്ഷ നൽകാൻ തന്നെയാണ് ആയിരിക്കാം ഒരുപക്ഷെ കോടതി ആലോചിച്ചിട്ടുണ്ടാവുക. തീർച്ചയായും. കാരണം ഈ കുറ്റകൃത്യത്തിന്റെ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്നത് അല്ല, ഇവിടെ എനിക്ക് തോന്നുന്നു ശ്യാം, ഈ സമൂഹം കൂടി ഇതെങ്ങനെ വിലയിരുത്തിയെന്ന് കൂടി ഒരു പക്ഷേ ജഡ്ജിയുടെ മനസ്സിൽ വരാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ചും അത്ര ഇങ്ങനെ ഒരു സംഭവമായതുകൂടി കൊണ്ട് അതിലെനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം ഒരിക്കലും ഒരു ന്യായാധിപന്റെ മനസ്സിലേക്ക് ഒരു സമൂഹത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു എലമെന്റ്, അതായത് സമൂഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് ഈ വിധി എന്ന കാര്യം വരാൻ പാടില്ല. അത് നീതിക്കെതിരാണ്.
അങ്ങനെ പാടില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് അവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കണം എന്നായിരിക്കും. അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ഭൂരിപക്ഷം ആഗ്രഹിക്കുന്നത് അവരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കണം, ഈ പ്രതികളിൽ 14 പേരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കണം എന്നായിരിക്കും. പക്ഷെ അത് സാധ്യമല്ല. ആൾക്കൂട്ട നീതി അല്ല നിയമം. ആൾക്കൂട്ടത്തിന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്ത് പറയുന്നു അത് നോക്കിയല്ല ഒരു ഘട്ടത്തിലും കോടതി വിധി പറയുക. കോടതിയുടെ മനസ്സിൽ കോടതി ഇതിന്റെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് വാദം കേട്ട് അതിന്മേൽ കോടതി സ്വതന്ത്രമായി തീരുമാനം എടുക്കുകയാണ് ചെയ്യുക. അതാണ് ശരി. അങ്ങനെ സംഭവിക്കാൻ പലപ്പോഴും പല ഈ കേസുകളിൽ നമ്മൾ വിധിന്യായം കേട്ട് ഞെട്ടിയിട്ടുമുണ്ട്. കാരണം പല സാഹചര്യങ്ങളും നോക്കി നിയമത്തിന്റെ വഴി കൂടെ നോക്കി തന്നെയാണ് ഇത്തരം വിധികൾ വരുന്നത്. ഒരിക്കലും അതിൽ സമൂഹം ഇതൊരു സെൻസേഷണൽ കേസാണെന്നോ, അത് നോക്കൂ, സെൻസേഷണൽ കേസാണ് എന്നുള്ളത് തന്നെ, അതായത് ഈ സമാനതകളില്ലാത്ത കുറ്റകൃത്യമാണ്, ഇതിൽ ഇരയാക്കപ്പെട്ടത് അങ്ങനെയുള്ള ഒരാളാണ്, അതൊക്കെ കൊണ്ട് ഇത് വളരെ സെൻസേഷണൽ ആണ്, സമൂഹത്തിന്റെ മനസാക്ഷിയെ അങ്ങേയറ്റം ഞെട്ടിച്ച സംഭവമാണ്. പക്ഷെ ആൾക്കൂട്ടം കരുതുന്നതിനനുസരിച്ചുള്ള ഒരു വിധി ലഭിക്കണം എന്നില്ല. അത് ആ കോടതിയുടെ സമ്പൂർണമായ വിവേചനാധികാരമാണ്. ആ വിധിയിന്മേൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആ കോടതി മാത്രമാണ്. ആ കോടതിയുടെ ആ തീരുമാനത്തിൽ ഇടപെടാൻ മറ്റൊരു ശക്തിക്കും ബാഹ്യശക്തികൾക്കും അധികാരമില്ല, അവകാശമില്ല. നമുക്കൊക്കെ പലതും ആഗ്രഹിക്കാം, പക്ഷെ അതിന്മേൽ സമ്പൂർണ്ണമായി തീരുമാനം എടുക്കേണ്ടത് ആ കോടതി തന്നെയാണ്. ആ കോടതിയുടെ വിധി നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ വാദത്തിന് ശേഷം എന്തായിരിക്കും പറയാനുള്ളത് നമുക്ക് കേട്ട് മനസ്സിലാക്കാം. തീർച്ചയായും. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ എന്നെയും താങ്കളെയും പോലെ ഈ സമൂഹം ഒട്ടാകെ നാളെ ആ കോടതിയുടെ വിധി, വരാനിരിക്കുന്ന വിധി എന്താണ് എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താണ് അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് അറിയാൻ വേണ്ടി. മറ്റു 2 പേർക്ക് എന്തുകൊണ്ടാണ് ശിക്ഷ ഒഴിവാക്കിയതെന്ന് കൂടി ഉള്ള വിശദാംശങ്ങൾ എന്തായാലും വിധിന്യായത്തിലുണ്ടാവും. അപ്പോൾ അതെല്ലാം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ കൂടിയും മധു എന്ന നൊമ്പരം നമ്മുടെ മനസ്സിൽ എന്നും ആ നീറുന്ന നൊമ്പരമായി തന്നെ എക്കാലവും ഉണ്ടാകും എന്നുള്ളതാണ്. എന്ത് വിധി വന്നാലും എന്ത് ശിക്ഷ ലഭിച്ചാലും അവിടെ തുടരാൻ പോകുന്ന കാര്യം എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. എങ്കിൽ കൂടിയും 5 വർഷത്തിന് ശേഷം ആ മധുവിനെ, ആ പാവപ്പെട്ട ആ ഒരു ആദിവാസി യുവാവിനെ, 27 വയസ്സുള്ള ഒരു യുവാവിന്, ആ യുവാവിന് ഏൽക്കേണ്ടി വന്ന പീഡനവും മറ്റ് കാര്യങ്ങളുമെല്ലാം, പ്രത്യേകിച്ച് ആ കുടുംബത്തിനും ഏൽക്കേണ്ടി വന്നത് വലിയ ദുരന്തങ്ങൾ തന്നെയാണ്. അതെല്ലാം ഒരു പക്ഷേ നാളെ ആ വിധിയിലൂടെ അവർക്ക് ആ ഒരു സമാധാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. നന്ദി ശ്യാം ദേവരാജ്. ചീഫ് എഡിറ്റർ സ്കോളർ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം നാളെ.